മാരെ കാണാൻ വേണ്ടി അകത്തേക്ക് പോവുകയാണ്. എന്തായാലും വലിയ പ്രതീക്ഷ. ഇത് ആ കാണുന്ന ജയിൽ കെട്ടിടത്തിലാണ് നമ്മുടെ കന്യാസ്ത്രീകൾ കഴിഞ്ഞ 9 ദിവസമായിട്ടുള്ളത്. ആ വാതിൽ തുറന്ന് കന്യാസ്ത്രീകൾ ഇനി പുറത്തേക്ക് വരുന്നതും കാത്ത് നമ്മൾ നിൽക്കുകയാണ്. ഇപ്പോൾ അനൂപ് ആന്റണിയും റോജി എം ജോണും ജയിലിനകത്തേക്ക് പോകുന്നു. ഒപ്പം അതാ നമുക്ക് ചാണ്ടി ഉമ്മനെ കാണാം, അൻവർ സാദത്ത് MLA കാണാം. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ജബി മേത്തർ MP പോകുന്നു. അപ്പുറത്ത് നമുക്ക് ഷോൺ ജോർജിനെ കാണാം. അതാ ജോസഫ് മാത്യു വന്ദന സിസ്റ്ററുടെ സഹോദരനാണ്. എല്ലാവരും അകത്ത് പോയി ഈ സന്തോഷ വാർത്ത ഇതാ നിങ്ങൾ പുറത്തിറങ്ങാൻ പോകുന്നു, ഇത്രയും ദിവസം നിങ്ങൾ സഹിച്ച വലിയ യാതന ഇതാ അവസാനിക്കാൻ പോകുന്നു എന്ന് അറിയിക്കാൻ ഇതാ ജയിലിനകത്തേക്ക് നമ്മുടെ നേതാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ 9 ദിവസത്തെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, കുഴപ്പങ്ങൾ എല്ലാം കഴിഞ്ഞ് സിസ്റ്റർമാർ പുറത്തേക്ക് വരാൻ പോകുന്നു. ആ കവാടം തുറന്ന്, ആ വാതിൽ തുറന്ന് ഏതാണ്ട് 1 മണിക്കൂറിനകം നമ്മുടെ സിസ്റ്റർമാർ പുറത്തേക്ക് വരുമെന്ന പ്രതീക്ഷയാണ്. എന്തായാലും കഴിഞ്ഞ 8 ദിവസങ്ങൾക്ക് മുൻപേ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥർ മനുഷ്യക്കടത്തെന്ന് സംശയിച്ച് ഈ കന്യാസ്ത്രീകളെ തടഞ്ഞു വെക്കുന്നു. അതിനുശേഷം ബജ്രംഗ് ദൾ പ്രവർത്തകരെ വിളിച്ചു വരുത്തുന്നത് ആ ഉദ്യോഗസ്ഥരാണ്. മണിക്കൂറുകളോളം നീണ്ട പരസ്യ വിചാരണ ബജ്രംഗ് ദൾ പ്രവർത്തകർ നടത്തി. അതിന് പരസ്യ വിചാരണ ഇവരുടെ കാര്യത്തിൽ മാത്രമാണ്. തൊട്ടിപ്പുറത്ത് ജയിലിൽ 19 വയസ്സുള്ള ഒരു ആദിവാസി യുവാവുണ്ട്. ആ ആദിവാസി യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ചു ബജ്രംഗ് ദൾ പ്രവർത്തകർ. അതിനുശേഷം പോലീസ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, ജയിലിലായതിനു ശേഷവും പ്രയാസങ്ങൾ. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കേരള സമൂഹം ഒരുമിച്ച് നിന്നു. രാജ്യത്തെ പല ഭാഗത്തു നിന്നും മതനിരപേക്ഷവാദികൾ ഇവർക്ക് വേണ്ടി രംഗത്ത് വന്നു. അതിന്റെ എല്ലാം തുടർച്ചയെന്നോണം ജാമ്യം ലഭിച്ചിരിക്കുന്നു. ജാമ്യം കിട്ടി.